സോ നെക്സ്റ്റ് നമുക്കിതിൽ എക്സ്റ്റൻഷൻസ്, അതായത് VS സ്റ്റുഡിയോയിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ഒരുപാട് എക്സ്റ്റൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പൈത്തൺ കോഡിങ് ചെയ്യുമ്പോൾ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇത്ര സ്പേസ് വേണം, ഒരു കോമ കഴിഞ്ഞിട്ട് ഇത്ര സ്പേസ് വേണം എന്നൊക്കെ കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 വേർഡ്സ് വരുന്ന വേരിയബിൾ നെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്പേസ് ഇടാതെ അണ്ടർസ്കോർ ഇടണം. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. ഇനി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ സ്പേസ് ഇട്ട് എഴുതാതെ അണ്ടർസ്കോർ ഇട്ട് എഴുതണം എന്ന് പറഞ്ഞ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. ബട്ട് ഇതില്ലാതെയും വേണമെങ്കിൽ എനിക്ക് എഴുതാം, പക്ഷേ ഒരു റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു അണ്ടർസ്കോർ ഇട്ട് എഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. സോ സപ്പോസ് നമ്മൾ അങ്ങനെ കോഡ് ചെയ്യുമ്പോൾ നമ്മളത് എഴുതാൻ മറന്നുപോയി, വിട്ടുപോയി, അപ്പോൾ നമുക്കൊരു വാർണിംഗ് പോലെ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന കുറേ സംവിധാനങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അവിടെ ഒരു റെഡ് ലൈൻ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ അവിടെ ഒരു സജഷൻ വരും, ഈ വേരിയബിൾ നെയിം കൺവെൻഷൻ റെക്കമെൻഡഡ് കൺവെൻഷനിൽ വരുന്നതല്ല, സോ യു ക്യാൻ ചേഞ്ച് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെയുള്ള സജഷൻസ്, മോഡിഫിക്കേഷൻസ്, പിന്നെ റെക്കമെൻഡഡ് ലൈൻ സ്പേസിങ്ങുകൾ, ഇൻഡൻറ്റേഷൻ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ റിമൈൻഡ് ചെയ്യുകയും കുറേയൊക്കെ ഓട്ടോ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കുറേ എക്സ്റ്റൻഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോയാലും കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യും, പിന്നെ നമ്മളെ റിമൈൻഡും ചെയ്യും. സോ മൊത്തത്തിൽ നമ്മുടെ കോഡിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ആൻഡ് അതിൻ്റെ ഒരു റീഡബിലിറ്റി, അതിൻ്റെ ഒരു ക്വാളിറ്റി, അതെല്ലാം ഇമ്പ്രൂവ് ആവും. സോ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറേ പ്ലഗിൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് പ്ലഗിൻസ് ആണ് ഇനി പരിചയപ്പെടുത്തുന്നത്. സോ അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ജൂപ്പിറ്റർ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഓർ ഇതാണ്. അത് ബേസിക്കലി നമുക്ക് നേരത്തെ കണ്ട പോലത്തെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എൻവയോൺമെൻറ്റ് ഇവിടെ VS കോഡിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ അത് ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ ജൂപ്പിറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് പിപ്പ് ഇൻസ്റ്റാൾ വിളിച്ചിട്ട് നമ്മുടെ VM വിർച്വൽ എൻവയോൺമെൻറ്റിലോട്ടാണ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പോകുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് ഓക്കെ, പിപ്പ് ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ എന്നുകൂടിയുണ്ട്. ഓക്കെ, ആ ഒരു പിപ്പ് ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ ചെയ്താൽ മതിയാവും.